പ്രതീക്ഷിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും ഡെയിലി വർക്കാണ്. അതായത് ഇന്നലെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മോഹൻലാൽ, ശോഭന, ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു പാട്ടിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അതായത് തുടരുന്നൊരു സിനിമ. അതിന്റെ പുറകിലത്തെ ദിവസം നമ്മുടെ 10 വർഷം തികയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. അതിന്റെ അവരുടെ ഒരു ഹാരിത്രി ക്യാമറ ഒക്കെ വെച്ച് ജസ്റ്റ് ലൈക്ക് ഫിലിം ഷൂട്ടിംഗ് പോലെ ഉണ്ടായിരുന്നു. അതിലും പോയി പങ്കെടുത്തു. അതിന് തൊട്ട് മുമ്പലത്തെ ദിവസം ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ഒരു ഗണപതിയുടെ പാട്ടിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പിലത്തെ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തം തിരക്കാ മോനെ. അല്ല, പക്ഷെ നമ്മുടെ മെയിൻ വിശേഷം ഒന്നും പറഞ്ഞില്ല. മെയിൻ വിശേഷം നീ അറിഞ്ഞില്ലേ? നീ അറിയണം മക്കളെ. ഒരു അണ്ണാൻ കൊത്തിയ മാങ്ങ എടുത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് സെർവന്റ് വെളിയിലോട്ടിട്ടു. അത് ഏതോ ഒരു സഞ്ചാരി എടുത്ത് കണ്ടിട്ട് അത് ഗവൺമെന്റിൽ അറിയിച്ച് ഭയങ്കര സീരിയസ് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്കിളിന്റെ 25,000 രൂപ വാങ്ങി. സാരമില്ല, അങ്കിളൊരു മാതൃക പുരുഷനായിട്ട് മാറി. അതായത് ഒരു സാധനവും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല. പക്ഷെ ആ ഏരിയ പോയി കണ്ടെയ്നർ റോഡിലും ആ 12ാം വാർഡിലും എവിടെയൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മാലിന്യമേ ഇല്ല, കൂമ്പാരമാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് വേണ്ടി ഈ 2-3 ദിവസം നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിക്കാൻ. ഇവിടെ തന്നെ മാസത്തില് 6-7 ദിവസം. പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പാട്ട് തിരിച്ചു വരുന്ന ഡ്രൈവർമാർ, അതായത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ മൊത്തം ഭയങ്കര ഫാൻസ്. അവർ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക പാട്ടുകള്. അതായത് അവിടുന്ന് ഇങ്ങോട്ടുള്ള 1 മണിക്കൂറും ഇവിടുന്ന് അങ്ങോട്ടുള്ള 1 മണിക്കൂറും ഈ പാട്ട് കേൾക്കണം. പിന്നെ ഇവിടെ ഇരുന്ന് ഈ പാട്ട്. പിന്നെ ഇത് തുറന്നാലോ ഒരു മാങ്ങാണ്ടി മാങ്ങാണ്ടിയും പിന്നെ 25,000 ആര്യൻകുട്ടാ, നീ എങ്ങനെ എന്നോട് ചോദിക്കുന്ന പറഞ്ഞ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് ഞാൻ ബിന്നി ആന്റി എനിക്ക് കാണുമ്പോ എങ്ങനെ ചോദിക്കുന്നൊക്കെ എനിക്ക് പാടി അയച്ചല്ലോ. എങ്ങനെയാ ഇവൻ ആര്? ബിന്നി ആന്റി സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അതെന്തേ പാടാത്ത? എന്നിട്ട് അത് മറന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ പാട്ടിന്റെ ചിന്ത കാരണം അത് മതി കേട്ടോ, അങ്ങനെ മതി. ശരി, അപ്പൊ ഇപ്പോഴത്തെ പാട്ട് ഏതാ പാടാൻ പോണേ മോൻ? ഓർമ്മതൻ വാസന്തനന്ദന ചെപ്പിൽ ഡെയ്സി. അതെ, ഡെയ്സി. അങ്ങനെ നല്ലൊക്കെ വിളിക്കടാ. പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് എന്നാ പറഞ്ഞോളൂ. സിനിമ ഡെയ്സി, കൊല്ലം 1988. പിന്നെ മ്യൂസിക് ശ്യാം സാറ്, പിന്നെ ലിറിക്സ് പി ഭാസ്കരൻ മാസ്റ്റർ, പിന്നെ പാടിയത് KJ യേശുദാസ് അങ്കിൾ. ഗുഡ്, വെരി ഗുഡ്. ഒരു അടിപൊളി പാട്ട്, ഒരു എവർഗ്രീൻ ക്ലാസിക് ഹിറ്റ് അല്ലേ? ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും. മിനി ചേച്ചി? അതെ അതെ, ഞാനൊക്കെ പണ്ട് ഒരു 15-16 വയസ്സ് അല്ലേ ചേച്ചിയുടെ? അല്ല, അയ്യോ അല്ല, 13. സോറി 15 എനിക്ക് 14ആയിരുന്നു. എനിക്ക് അല്ല, 89 കഴിഞ്ഞപ്പോഴാണ് ഞാൻ 10th പാസ് ഔട്ട് ചെയ്തത്. അന്ന് എനിക്ക് 89-ൽ 14 കറക്റ്റ്. ഞാൻ 99 കഴിഞ്ഞപ്പോ 10th പാസ് ഔട്ട് ആയി. കറക്റ്റ്. ഞങ്ങളൊക്കെ നമ്മളെല്ലാരും ഒരേ. മാത്രമല്ല ഞാൻ അന്ന് ഈ പാട്ട് എത്ര പെൺകുട്ടികൾക്കാണ് പാടി കൊടുത്തിരിക്കുന്നത്. പേര് മാറ്റും. മീനുട്ടി, അങ്ങനെ ചെറിയൊരു വാസന്ത നന്ദനത്തൊപ്പിൽ മീനൂട്ടി. അതിന്റെ ഇടയ്ക്ക് ലേഖ, മൈ ഡിയർ ലേഖ, ആനിക്കുട്ടി, എന്റെ ആനിക്കുട്ടി, അങ്ങനെ വരും. അപ്പൊ മക്കളെ, സൂപ്പർ സെലക്ഷൻ. താങ്ക് യു. അടിച്ച് പൊളിച്ച് പാടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗോ ആൻഡ് റോക്ക് ഇറ്റ്. All the best. താങ്ക് യു. All the best. താങ്ക് യു.
ലലലലലല. ഓർമ്മ തൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം, ഒരു ദുഃഖം മാത്രം. വ്യോമാന്തരത്തിലെ സാധ്യ നക്ഷത്രങ്ങൾ, വ്യോമാന്തരത്തിലെ സാധ്യ നക്ഷത്രങ്ങൾ, പ്രേമാദ്രയാം നിന്റെ നീലനേത്രങ്ങൾ. ഡെയ്സി, ഡെയ്സി, ഡെയ്സി. ലലലലലല. ഓർമ്മ തൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. കവിളത്തു കണ്ണുനീർ ചാരുമായി നീ സവിധം വെടിഞ്ഞു. പിന്നെ ഞാനെന്നും തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി, തലയിലൻ സ്വന്തം ശവമഞ്ചമേന്തി നരജന്മ മരുഭൂവിൽ അലയുന്നു നീളെ. ഡെയ്സി, ഡെയ്സി, ഡെയ്സി. ലലലലലല. ഓർമ്മ തൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഓ എനിക്ക് വയ്യ. എടാ ആര്യക്കുട്ടാ, ആ സമ്മതിച്ചടാ ഞാൻ.